സുഖത്തിൻ്റെയും സന്തോഷത്തിൻ്റെ വഴിയല്ല ശിഷ്യത്വത്തിൻ്റെ വഴി. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കും. കർത്താവിൻ്റെ വഴിയിൽ ഇറങ്ങി തിരിച്ചവർക്ക് ദുഃഖങ്ങളുണ്ടാകും, സഹനങ്ങളുണ്ടാകും. അതുകൊണ്ടാണ് പറഞ്ഞത്, സ്വന്തം കുരിശ് വഹിക്കാതെ എൻ്റെ പിന്നാലെ വരുന്നവൻ ഒരിക്കലും എൻ്റെ ശിഷ്യനായിരിക്കാൻ സാധിക്കുകയില്ല. ഏത് വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോഴും, കുടുംബജീവിതമായാലും സന്യസ്ത ജീവിതമായാലും സമർപ്പിത ജീവിതമായാലും സഹനങ്ങളുണ്ടാകും. ഈ സഹനം വരുമ്പോഴേക്കും ദൈവമേ എന്ന് വിളിച്ച്, എൻ്റെ ദൈവമേ എൻ്റെ പ്രാർത്ഥന കേൾക്കാത്ത എന്ന് വിളിച്ച് അങ്ങനെ ദൈവത്തോട് പരാതി പറഞ്ഞ് ദൈവത്തിൽ വിശ്വാസമില്ലാതെ ജീവിക്കുന്ന വ്യക്തിയാകുന്നവന് ശിഷ്യനായിരിക്കാൻ സാധിക്കുകയില്ല. അവൻ നടക്കുന്ന വഴിയിൽ സഹനം ഉണ്ടാകും, ചിലപ്പോൾ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടാകും, സമർപ്പിത ജീവിതത്തിൽ നമ്മളെ മനസ്സിലാക്കാത്ത വ്യക്തികൾ കടന്നു വരും. ഇങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരാം. ഇതൊക്കെ ശിഷ്യത്വത്തിൻ്റെ വഴിയാണെന്ന് മനസ്സിലാക്കണം. ഇതൊക്കെ അതിജീവിച്ചാലാണ്, ഈ സഹന വഴികളിലൂടെ ഒക്കെ നടന്നാലാണ് നിനക്ക് നല്ല ശിഷ്യനാകാൻ പറ്റുള്ളൂ. നമ്മളൊക്കെ ചിന്തിക്കുക, നല്ല സുഖിച്ച് ജീവിക്കണം, ഒരു കുഴപ്പമുണ്ടാകരുത്, എൻ്റെ ജീവിതത്തിൽ സന്തോഷം മാത്രം എന്നുള്ള ചിന്തയാണ് നമ്മളെ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴേക്കും നമ്മളൊക്കെ പതറിപ്പോകുന്നതും നമ്മൾ പിന്നെ പ്രാർത്ഥിക്കാത്തതും അതുപോലെ ആ ദൈവത്തിൻ്റെ വഴിയിലൂടെയും ഒക്കെ നമ്മൾ നടക്കുന്നത്. ഇന്ന് രാവിലെ തന്നെ ഈ വിശുദ്ധ കുർബാനയ്ക്ക് നമ്മൾ ഇത്രയും ത്യാഗം സഹിച്ച് വരുമ്പോഴാണ് കർത്താവിൻ്റെ കൃപ നമ്മൾ നിറയുന്നത്. എന്തോരം ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ടാകാം. ജോലിക്ക് പോകുന്നവരുണ്ടാകാം, അല്ലെങ്കിൽ മക്കളെ വിടേണ്ടവരുണ്ടാകും. അതുകൊണ്ട് അവർ അമ്മമാരൊക്കെ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടാകും. നേരത്തെ എഴുന്നേറ്റ് ഭക്ഷണം പാചകം ചെയ്തു അവർ കുർബാനയ്ക്ക് വന്നു. അതുപോലെ അകലങ്ങളിലേക്ക് പോകേണ്ടവരുണ്ടാകും. ഇതൊക്കെ കർത്താവിൻ്റെ വഴി എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ കൃപ കിട്ടാൻ വേണ്ടി നമ്മൾ കുറച്ച് ത്യാഗങ്ങൾ ഏറ്റെടുക്കുകയാണ്. അങ്ങനെ ഏറ്റെടുക്കുമ്പോഴാണ് നമുക്ക് ശിഷ്യനാകാൻ സാധിക്കുക. നമ്മുടെ ഓരോ സഹനങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ ഇങ്ങനെയൊന്ന് തീരുമാനം എടുക്കാൻ, ഇങ്ങനെയൊന്ന് ചിന്തിക്കാൻ. അപ്പോഴേക്കും നമ്മൾ നെഗറ്റീവായി ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ട് എന്ത് ദൈവം എന്നെ ഇങ്ങനെ. അങ്ങനെയല്ല, ശിഷ്യത്തിൻ്റെ വഴി സഹനത്തിൻ്റെ വഴിയാണ്. പ്രാർത്ഥിക്കുക.